കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള മിനിമം ഏജ് സാറിൻ്റെ എക്സ്പീരിയൻസിലൊന്ന് പറയാമോ? ആ, കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നോട് പിണങ്ങും. ഇപ്പോൾ 10 വയസ്സിലും ഒക്കെ കുട്ടികൾ മൊബൈൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ അതിൻ്റെ ഏജ് അല്ല അതിൻ്റെ ഇത്, കുട്ടികൾ എത്ര പക്വമതികളായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരിക്കു പറഞ്ഞാൽ ലൈസൻസ് ഇപ്പോൾ എൻ്റെ മക്കളൊക്കെയും 18 വയസ്സായിട്ട് മാത്രമേ ഞാൻ ബൈക്കും കൊടുത്തിട്ടുള്ളൂ, കാറും കൊടുത്തിട്ടുള്ളൂ, ഒക്കെ കൊടുത്തിട്ടുള്ളൂ. അതുവരേക്കും കുട്ടികൾക്ക് അതൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ അതിനെതിരെ പറയുന്ന ഒരാളായതുകൊണ്ട് ഇന്ത്യയിലൊരു നിയമമുണ്ട്, 18 വയസ്സിന് മുമ്പേ കുട്ടികൾ അത് ഓടിക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ 18 വയസ്സായിട്ട് ഇതൊക്കെ കയ്യിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മാഷാ അല്ലാഹ് ദൈവാനുഗ്രഹത്താൽ എൻ്റെ കുട്ടികളൊക്കെ 18 വയസ്സിന് ശേഷം അത് ഉപയോഗിച്ചിട്ടുള്ളൂ. രണ്ടാമത്തത്, കുട്ടികൾക്ക് ഇന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ SSLCക്ക് പഠിക്കുന്ന മോനുണ്ട്, ഹാദി മർസൂഖ് മുജ്തബ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് SSLC കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മൊബൈൽ വാങ്ങിച്ചു തരാമെന്നാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. അത് ആദ്യം അവരോട് കമ്പനിയായിട്ട് നിൽക്കണം, നല്ല രീതിയിൽ നിൽക്കണം, മുത്തം കൊടുത്ത് വളർത്തണം, എന്നിട്ട് അവർക്ക് ഇടയ്ക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, ഇടയ്ക്ക് നമ്മുടെ മൊബൈൽ കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ സമയം കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കണം. അങ്ങനൊരു ടോണിലൂടെ കൊണ്ടുപോയിട്ട് വേണം ഇതൊക്കെ പറയാൻ. അപ്പോൾ ഒരു SSLC കഴിഞ്ഞിട്ട് എന്നതാണ് എൻ്റെ ഒരു ഉചിതമായ തീരുമാനം. കാരണം അതിൻ്റെ മുമ്പായാൽ പിന്നെ അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുവരേക്കും വേണമെങ്കിൽ പാരൻസിൻ്റെത് എന്തായാലും കൊടുക്കണമല്ലോ. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ വല്ലാണ്ട് കുടുക്കിയിട്ടുള്ളത്. കാരണം ഇഷ്ടംപോലെ ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് അവർ കുറേ അതിലായി മാറി, ട്യൂഷനും അതിലൂടെ ആയതുകൊണ്ട് അതിലായി മാറി. ഇതിനൊന്നും ഞാൻ എതിര് പറയല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാം. കൊറോണ വന്നതിന് ശേഷമാണല്ലോ കുട്ടികൾ ഇതിലൊക്കെ ഒരു ആധിപത്യം ഉണ്ടായത്. കൊറോണയ്ക്ക് മുമ്പ് ഇങ്ങനെ ഇല്ല സത്യത്തിൽ. കൊറോണയ്ക്ക് ശേഷമാണ് ഇവരെങ്ങനായി മാറിയിട്ട് അവസാനം പാരൻറ്റിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കുന്നതിന് പകരം പാരൻ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, നല്ല ഏജ് അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി 12 വയസ്സിലോ മറ്റോ വാങ്ങിച്ചു കൊടുക്കുന്നുവെങ്കിൽ പോലും പ്രൊഫൈൽ കുറഞ്ഞ, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ജസ്റ്റ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബോ അല്ലെങ്കിൽ ഒരു മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇന്നത്തെ കാലഘട്ടത്തെ പരിഗണിച്ചുകൊണ്ട് ആരെയും നമ്മൾ വെറുപ്പിക്കേണ്ട. പക്ഷെ അതിനെ ട്രാക്ക് ചെയ്യുന്ന, അവരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന, ട്രാക്കിംഗ് എന്നതിനേക്കാൾ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന പദം മോണിറ്ററിംഗ് ആണ്. അതിനെ മോണിറ്ററിങ് ചെയ്യുന്ന പിന്നെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. കുട്ടികളുടെ ഏത് ഫീൽഡാണ് താല്പര്യം എന്നുള്ളത് ഏത് ഏജ് മുതലാണ് മനസ്സിലായി തുടങ്ങും? ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പലരും പല രീതിയിലാണ് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് SSLCക്ക് മുമ്പേ ആണ് നമ്മൾ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കാൻ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ, സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അതിൻ്റെ പേര് ഡാറ്റ് ഒരുപാട് പറഞ്ഞതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നത്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് ചെയ്യിക്കാം. അതേമാതിരി തന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് MIT അത് ചെയ്യിക്കാം. ഇതൊക്കെ SSLCക്ക് മുമ്പ് ചെയ്യിക്കാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, കുട്ടികൾക്ക് ഇപ്പോൾ സയൻസിലൂടെ പോകേണ്ട കുട്ടികൾ +2 കൊമേഴ്സിന് ചേർന്നതിന് ശേഷം പിന്നെ സയൻസ് ആയിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. പഴയ കാലത്തൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഞാനൊരു സൈക്കോളജിസ്റ്റുകളുടെ ക്യാമ്പിൽ, അതും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സൈക്കോളജിസ്റ്റിൻ്റെ ക്യാമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ കുറേ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വഴങ്ങുന്നു, ഏത് വായിച്ചാലും മനസ്സിലാകും, അങ്ങനെ കുറേ പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സിവിൽ സർവീസ് നോക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ വന്നു. കാരണം നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്നെ പറ്റിയിട്ട് അങ്ങനെ പറയല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞ വാക്യാണ് നിങ്ങളോട് പറയാണ്. സിവിൽ സർവീസ് നിങ്ങൾ മീൻസ് ചെയ്തിരുന്നുവെങ്കിൽ മിക്കവാറും അത് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നിരാശ തോന്നി. ഇതേപോലെയാണ് നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞതിന് ശേഷം, +2 കൊമേഴ്സാണ് എടുത്തത്, അപ്പോൾ പക്ഷേ അവൻ്റെ ഏരിയ സയൻസ് ആണെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ പറഞ്ഞേക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ SSLCക്ക് മുമ്പ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ഒരിക്കലും 16ലോ 17ലോ 20ലോ അല്ല വളർന്നു വരുന്നത്. ഏതൊരു പ്രതിഭയെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ, അദ്ദേഹം മിക്കവാറും 10ൻ്റെയും 15ൻ്റെയും ഇടക്കായിരിക്കും വളർന്നു വന്നിട്ടുണ്ടാവും. നിങ്ങൾ മെസ്സി എടുത്തോ, ഞാൻ ഉദാഹരണം പറയാണ്, 10 വയസ്സിൽ മെസ്സി ആരാന്ന് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ റൊണാൾഡോ എടുത്തോ, 12ാമത്തെ വയസ്സിൽ അദ്ദേഹം അത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സച്ചിനെ എടുത്തോ, അദ്ദേഹം 13ാമത്തെ വയസ്സിൽ അത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രഭാഷകരെ എടുത്തോളൂ, വലിയ വലിയ ലോകത്തിൽ അറിയപ്പെടുന്നവരൊക്കെ കുട്ടിക്കാലത്ത് അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു 23, 24, 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങോട്ട് പവർഫുൾ ആകുമെന്ന്. കുട്ടിക്കാലത്തെ അതിനുള്ള ചില ടേസ്റ്റുകൾ അവർക്ക് കൊടുക്കാൻ, അത് വിസിറ്റ് ചെയ്യിപ്പിക്കുക, ലൈബ്രറി വിസിറ്റ് ചെയ്യിപ്പിക്കുക, കുറച്ച് പുസ്തകം അവന് വേണ്ടിയിട്ട് കളക്റ്റീവായിട്ട് കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഉമ്മ നല്ല സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ഉപ്പ നല്ല രീതിയിൽ ഒപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അവൻ നല്ല രസകരമായത് വായിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഏകദേശം ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ, ഇപ്പോൾ ശശി തരൂർ എന്തോ ആകട്ടെ, രാഷ്ട്രീയം ഏതോ ആകട്ടെ, അദ്ദേഹം 8 വയസ്സുള്ള സമയത്ത് ഇംഗ്ലീഷ് പുസ്തകം എഴുതിയ ആളാണ്.
അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾ. 8 വയസ്സുള്ള സമയത്ത് പുസ്തകം എഴുതിയ ആളാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ അറിയാവുന്ന ശശി തരൂർ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കുട്ടികളെ കുട്ടിക്കാലം മുതലേ അങ്ങനെ കൊണ്ടു നടക്കുന്നത് നല്ലതാണ്. ഭാരം കൊടുക്കരുത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടേ കൊണ്ടുപോകാവൂ. കുട്ടികളെ ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കണം. ഇത്ര പേജ് വായിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കില്ല, ഞാൻ ചായ തരില്ല, അല്ലെങ്കിൽ ചോറ് തരില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അവന് ഇൻട്രസ്റ്റ് കൊടുക്കുക, അവനതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക, എന്നിട്ട് അവൻ തന്നെ ഇരുന്ന് വായിക്കുക. അതായിരിക്കും. ചെറുപ്പത്തിൽ എന്നെ സംവിധാന സാഹിബാണ് കൂടുതൽ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. പുസ്തകം തരും, വായിപ്പിക്കും. ഒരു 10-16 വയസ്സുള്ള സമയത്തൊക്കെ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വരും. എൻ്റെ ഉമ്മ വന്നിട്ട് പറയും, എന്നാൽ നീ പുസ്തകം കണ്ട് കഴിച്ചേക്കെന്ന് പറയും. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടാവും, അവൻ നീ പുസ്തകം കണ്ട് തിന്നേക്കെന്നൊക്കെ പറയും എന്നോട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഉമ്മ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നില്ല, ഞാൻ ഒരു ടോപ്പിക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഇൻട്രസ്റ്റിങ്ങിലേക്ക് ആദ്യം കൊണ്ടുപോയിട്ട് വേണം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ. മക്കൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും എഴുതാൻ മടിയാണ്. അതിൽ നിന്ന് അവരെ എഴുതുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യും? ഈ എഴുതാൻ മടിയുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അതേപോലെ തന്നെ എല്ലാ സ്കില്ലും ഉണ്ടാവും, പഠിക്കാൻ കുറച്ച് ബ്രിഡ്ജിങ് ഗ്യാപ്പ് എന്നൊക്കെ അതിന് പറയും. അപ്പോൾ എഴുതാൻ കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക്, ഇപ്പോൾ ചൈനയിലൊക്കെ നല്ല പേനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഗ്രിപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇറങ്ങിയതിൻ്റെ ശേഷം ഇറങ്ങിയ സാധനങ്ങൾ, അത്തരം ടൂളുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത്ര ഭാഗം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരെ കുട്ടിക്ക് 8 വയസ്സാകുന്നേ ഉള്ളൂ. ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാക്കിന് ഒരുപാട്. എനിക്കിപ്പോൾ അവരുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നില്ല. ടീംസായ മക്കളെ എഴുത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ അവർക്ക് 8 വയസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സത്യത്തിൽ 7 വയസ്സിൽ തന്നെ എഴുതിപ്പിക്കാൻ പാടുള്ളൂ. സിസ്റ്റം അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ സിസ്റ്റം ഫിന്നിഷ് സ്കൂൾ സിസ്റ്റമാണ് ഫിൻലാൻഡിൽ. അതാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് 7 വയസ്സിൽ എഴുതിപ്പിക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ LKG UKG മുതൽ തന്നെ എഴുതിപ്പിക്കുന്നത് കൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിൽ എഴുതിപ്പിക്കേണ്ടി വരികയാണ്. കാരണം എഴുതിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാൽ പോലും പിന്നെ അവർ ഒറ്റപ്പെട്ട് പോവുകയാണ് ക്ലാസ് റൂമിലെത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 7-8 വയസ്സാകുമ്പോൾ അക്ഷരങ്ങളിൽ എഴുതിപ്പിക്കുന്നൊരവസ്ഥ വരണം, വായിപ്പിക്കുന്ന അവസ്ഥ വരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല രസകരമായി ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് എഴുതിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഹോം ട്യൂഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ആയിരക്കണക്കിന് രൂപകൾ ചിലവാക്കിയിട്ടല്ല, ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് ഇത് പഠിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടല്ല, അല്ലാതെ ഇത് ടെക്നോളജിക്കലി പഠിപ്പിക്കുന്ന നല്ല ആളുകളുണ്ട്. അവർക്ക് അതൊക്കെ പിന്നെ എഴുതിപ്പിക്കുന്ന, വായിപ്പിക്കുന്ന, അങ്ങനെ എഴുതിപ്പിച്ചാൽ പിന്നെ നന്നായിട്ട് അപ്രിഷിയേഷൻ കൊടുക്കുന്ന, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. അവരിൽ കൊണ്ടുപോകണം. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതോ അവർക്ക് സ്റ്റഡിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നോക്കണം. ചില ആൾക്കാർക്ക് സ്റ്റഡിയെ കുറിച്ചിട്ടുള്ള പ്രശ്നമായിരിക്കും, വെറും പഠിക്കാനുള്ള പ്രയാസമായിരിക്കും ഉണ്ടാവുക. അല്ല, ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഡിസേബിലിറ്റി ഒന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഏതാണതെന്ന് കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കി, കുട്ടികളുടെ റിത്തം മനസ്സിലാക്കി, ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ട് എഴുതാനുള്ള രൂപം കൊടുക്കണം. എന്തായാലും കുട്ടി 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ നിന്ന് എഴുതി തുടങ്ങുന്നത് നല്ലതാണ്. അതോടൊപ്പം പൂർത്തിയാക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ഓടിയാൽ എത്തില്ല. അതിന് നിങ്ങളൊരു ഹോം ട്യൂഷൻ പോലെ ചെറിയ രീതിയിൽ, അധികമൊന്നും സമയം ചിലവഴിക്കാതെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഏതെങ്കിലും ഒരാൾ അത് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ, പ്രത്യേക ടിൻസ് ആണല്ലോ, ടിൻസിനെ വളർത്താൻ തന്നെ നല്ല പ്രയാസമാണ് ഓരോ മാതാക്കൾക്കും. അതിലിടയ്ക്ക് എല്ലാവരും കൂടി ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ള അതിലേറെ പ്രയാസമായിരിക്കും. അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ ഓൺലൈനിലൂടെ പഠിപ്പിച്ചാലും മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്ന ധാരണ. എത്ര വയസ്സ് വരെ കുട്ടികളെ വളർത്തണം, അവരെ ഫോളോ ചെയ്യണം? രസകരമായ ചോദ്യമാണ്. അതായത് സത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മരണം വരെ എൻ്റെ കുട്ടികളെ നോക്കണം എന്നുള്ളതാണ്. കാരണം അത് അത്ര ലോങ് പ്രോസസ്സിംഗ് ആണ്. കാരണം ഓരോ ഘട്ടത്തിലും ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ വളർത്തിയിട്ട് പിന്നെ അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി വിടണം. പക്ഷേ എപ്പോഴും അവരെ കൂട്ടുകാരെ പോലെ കൂടെ ഉണ്ടാകണം. കഴിയുമെങ്കിൽ പ്രായം ചെന്ന് അത്രയൊക്കെ വയസ്സുണ്ടാവട്ടെ, ഒരു 80-85 വയസ്സായിട്ട് വീട്ടിലിരിക്കുമ്പോഴും അവരോട് കിന്നാരം പറഞ്ഞ് അവർക്ക് നല്ല രീതികൾ പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് ഇങ്ങോട്ടും കേട്ട് അത്രയും രസകരമായ രീതിയിൽ പാരൻറ്റിങ് നടത്തണം. അല്ലാതെ പാരൻറ്റിങ് ഒരു 15 വയസ്സ് വരെ നിർത്തിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വിടലല്ല. യൂറോപ്പിലൊക്കെ നടക്കുന്നത് 18 വയസ്സ് വരെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തും. അത് കഴിഞ്ഞ് അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കും. എന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ രൂപമായാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്നാലും കൃത്യമായി 3 വയസ്സ് മുതൽ 10-12 വയസ്സ് വരെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട കാലമാണ്. 12 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ എല്ലാ ഫോർമേഷനും വരുന്നത് അവിടെയാണ്. ആ കുട്ടിയുടെ ലിംഗ്വിസ്റ്റിക് വരെ. ഇപ്പം ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഉമ്മയുടെ സ്വാധീനം ഉണ്ടാവും, എൻ്റെ ഉപ്പയുടെ സ്വാധീനം ഉണ്ടാവും. ഞാൻ ഭാഷ ഏറ്റവും സുന്ദരമായി പഠിക്കാൻ ആഗ്രഹിച്ചത്, ചില ഭാഷകളൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 5-6 ഭാഷകൾ അറിയാം.
അപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹിച്ചത് തന്നെ ഉപ്പയുടെ ഭാഷ കേട്ടിട്ടാണ്. ഉപ്പ ചെറുപ്പത്തിലെ ഉറുദു പറയുന്ന, ഹിന്ദി പറയുന്ന, അറബി പറയുന്ന ഇങ്ങനെ ഭാഷകൾ പറയുന്നത് കൊണ്ട് എനിക്ക് പഠിക്കണമെന്നൊരു വല്ലാത്ത അഭിവാഞ്ചയുണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഭാഷ അറിയുന്ന, പ്രത്യേകിച്ച് ഗൾഫുകാരായ ആളുകളൊക്കെ പാരൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പക്ക് ഹിന്ദി അറിയുന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ മക്കൾക്കേ അറിയില്ല. അവർ ഹിന്ദി സിനിമ ഒക്കെ ചിലപ്പോൾ കാണുന്നുണ്ട്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അപ്പോൾ പക്ഷേ ഉപ്പക്ക് അതേപോലെ ഹിന്ദി അറിയും, ഗൾഫിൽ പോയിട്ട് വന്നിട്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ സുന്ദരമായി സംസാരിക്കുന്നത് അവർ കണ്ടിട്ട് ഇങ്ങനെ നോക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ ഓരോ പ്രായത്തിൽ, പ്രത്യേകിച്ച് 12 വയസ്സ് വരെ അവരുടെ പേഴ്സണാലിറ്റി നർച്ചറിങ് നടത്തി അതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രതലത്തിലേക്ക് എത്തുന്നത് വരെ കൃത്യമായി നോക്കണം. അവിടുന്ന് കണ്ട് അവൻ്റെ ഒരു പേഴ്സണാലിറ്റി മൗൾഡിങ്ങിന് ശേഷമുള്ളൊരു വല്ലാത്തൊരു റിത്തമാണ്. ആ സമയത്ത് അവന് ഗൈഡൻസ് കൊടുക്കണം. എന്നിട്ടൊരു 18 വയസ്സാകുന്നത് വരെ അവനെ ഉശിരോട് കൂടിയിട്ടാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തി പിന്നെ അവൻ അവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് കുതിച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ടാകണം. എവിടെ എത്തിയാലും ഈ പാരൻസിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ നമ്മുടെ മടിത്തട്ടിലേക്ക് അവൻ തിരിച്ചു വരാൻ വേണം, ആ സ്നേഹത്തോട് കൂടിയിട്ട്. മൊബൈൽ റീൽസ് അഡിക്ഷൻ മാറ്റാൻ എന്താണ് ചെയ്യുന്നത്? ഈ റീൽസ് അഡിക്ഷൻ മാറ്റാൻ സത്യത്തിൽ അത് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കലായിരുന്നു ഏറ്റവും ഉചിതം. ഈ റീൽസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വിഷയമാണ്. അപ്പോൾ കുട്ടികളെ അപ്പോൾ അതിനൊരു ചെറിയ ട്രിക്കുകൾ സാധാരണ പറയാറുള്ളത് എന്തെന്ന് വെച്ചാൽ അവരെ ഫിസിക്കലി തിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ കുട്ടികളെ ഇപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ എൻ്റെ മക്കളെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കും. എൻ്റെ മക്കൾ ഇപ്പോഴും കുളത്തിലേക്ക് കുളിക്കാൻ പോകും, നീന്താൻ പോകും, പാടത്തേക്ക് കളിക്കാൻ പോകും. അപ്പോൾ നമ്മളവരെങ്ങനെ ചളിയിലേക്ക് ഇറങ്ങരുത്, വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സ് അവർക്കുണ്ടാവും. അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ടർഫിലേക്ക് പോകണം. അതേപോലെ തന്നെ അവരെ ഒന്നിച്ച് നമ്മൾ വീട്ടിലേക്ക് വിളിക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ അവർക്ക് നല്ല ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഈ വെറും സ്ക്രോൾ ചെയ്ത് ഇരിക്കുന്നതിൽ നിന്ന് കുട്ടിയെ മാറ്റണമെങ്കിൽ അവരെ ഫിസിക്കലി ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇതിനേക്കാൾ ഇൻട്രസ്റ്റ് അതാണെന്ന് അവന് തോന്നണം. ഇനി ഈ സ്ക്രോൾ ചെയ്തിരിക്കുന്നതിൽ നിന്ന് കുട്ടിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ഏരിയ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭാഷ പഠിക്കണമെന്നാണ്, ആ ഭാഷ പഠിച്ചാൽ ഞാൻ ഇന്ന ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അതിലേക്ക് തിരിക്കണം. അതായത് സ്ക്രീൻ ടൈം തന്നെ ആയിരിക്കും, പക്ഷേ അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവണം. അങ്ങനെ തിരിക്കുന്നൊരവസ്ഥയും ഉണ്ടായിത്തീരണം. ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അതിന് വേണ്ടി മാത്രം നമ്മൾ ഒരു സെഷൻ തന്നെ വെക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്, അത്യാവശ്യം നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ്. കഴിഞ്ഞ വെക്കേഷനിൽ ഇവരൊരു ജ്യൂസ് കച്ചവടം ജസ്റ്റ് ഒരു പാർട്ട് ടൈം പോലെ ചെയ്തിരുന്നു. ഇപ്പോൾ ആ കുട്ടി പറയുകയാണല്ലോ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ബിസിനസ്സാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നത്? പഠിത്തത്തിലൊക്കെ ശ്രദ്ധ പറയുന്നത്. അത് കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിലെ സാമ്പത്തികം കിട്ടിത്തുടങ്ങുമ്പോണ്ടാകുന്ന, അവരായിട്ട് ഉണ്ടാക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു കോൺട്രാഡിക്ഷനാണ്. കാരണം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറക്കാവൂ. ചെറിയ രീതിയിൽ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാം, അവർക്ക് വേണ്ട റെമ്യൂണറേഷനൊക്കെ കൊടുക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ് നന്നായി ചെയ്യണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ പറയുന്ന JEE എഴുതി എന്നിട്ട് IIT-യിലെത്തി, IIT-യിൽ നിന്ന് ഇറങ്ങി അവർ പിന്നെ പോകുന്നത് CAT എഴുതിയിട്ട് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിട്ട് IIM-ലേക്ക് പോയി എന്നിട്ടൊക്കെയാണ് ബിസിനസ് തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരു ബിസിനസ് ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തുന്നത്. നമ്മൾ പറയുമല്ലോ പിന്നെ ബിൽ ഗേറ്റ്സ് അധികം പഠിച്ചിട്ടില്ല, മറ്റൊരു അവർ പഠിച്ച സ്കൂൾ നോക്ക് നിങ്ങൾ. അവരൊക്കെ ഇപ്പോൾ കാംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയവരാണ് അവർ പല ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലെന്ന് പറയരുത്. അവർക്ക് ചെറുപ്പം മുതലേ ആ 17 വയസ്സ് വരെ കിട്ടിയൊരു എഡ്യൂക്കേഷൻ വല്ലാത്തൊരു എഡ്യൂക്കേഷനാണ്, നമ്മുടെ സാധാരണ രീതിയിൽ എഡ്യൂക്കേഷൻ അല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് നമുക്കുണ്ട്. ഞാൻ ഒരിക്കലും അതിലേക്ക് എൻ്റെ മക്കളെ എൻട്രി ചെയ്യിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മക്കൾ MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ധാരണ. അവരതിന് വരും ചില ഹെൽപ്പുകളൊക്കെ ചെയ്തിട്ട് പോകുന്നല്ലാതെ അവരെ ഫുള്ളി ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. പിന്നെ ഈ പറയുന്ന ബിസിനസ് ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന രീതിയിൽ അവർ പഠിച്ചു ഉഷാറാകുമ്പോൾ. ഞാനൊരു വ്യക്തിയെ പറയാം, പലയിടത്തും പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വയനാട്ടുകാരനായിട്ടുള്ള ID മുസ്തഫ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം NIT-യിൽ നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് പിന്നെ IIM-ൽ നിന്ന് CAT എഴുതി IIM-ലെത്തി, IIM-ൽ നിന്ന് PG-യും കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് 2 സെൻറ്ററിൽ നിന്നുള്ള എഡ്യൂക്കേഷനാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാക്കിയത് വടയും അതേപോലെ തന്നെ ഈ പറയുന്ന ഇഡ്ഡലിയൊക്കെ തന്നെയാണ്. ID മുസ്തഫ എന്ന ഇഡ്ഡലിയും വടയൊക്കെയാണല്ലോ തുടങ്ങിയത്. 5000 കോടി എന്നോ അദ്ദേഹം ക്രോസ് ചെയ്തു. അതിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനാണ്.
എന്നാൽ ഇവിടെ വടയും പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ഇഡ്ഡലിയൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ നാടൻ കടയിൽ, അവരൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. എഡ്യൂക്കേഷനുള്ള തലത്തിൽ, അതും ഹൈ എഡ്യൂക്കേഷനുള്ള ആളുകൾ ചെയ്യുന്നത് വേറെ തന്നെയാണ്. അത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ട് ഇതാക്കുന്നതായിരിക്കും നന്നാവുക. ഫുള്ളി നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചില നമ്മൾ പറയുന്നില്ല, എന്നാലും ഇപ്പോൾ കോഴിക്കോടോ കണ്ണൂരൊക്കെ ഉള്ള ആളുകളൊക്കെ വാപ്പയുടെ ഷോപ്പ് പോയി നിൽക്കും, പിന്നെ എഡ്യൂക്കേഷൻ അങ്ങോട്ട് ഇല്ലാതാക്കും, എന്നിട്ട് എപ്പോഴും അങ്ങനെ ഒരു ഷോപ്പായിട്ട് നടക്കും. അതിൽ നിന്ന് മാറി ഹൈ എഡ്യൂക്കേഷനിലേക്ക്, ഹൈ ബിസിനസ്സിലേക്ക് കയറണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണമെന്ന് അവർ പറഞ്ഞു കൊടുത്ത് PG കഴിയാതെ ആരും വിദ്യാഭ്യാസം നിർത്തരുതെന്ന് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന് പാരൻസും ശ്രദ്ധിക്കേണ്ടത്, പണ്ട് എവിടെയെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ പഠിത്തം ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളും ഒരു PG ഒക്കെ എടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് നന്നാകും, പറ്റുന്നവരൊക്കെ. അപ്പോൾ എൻ്റെ പാരൻറ്റിനെ പോലെ എനിക്കും ആകണം. നമ്മളൊരു PhD കാരനാകുമ്പോൾ നമ്മളെ മക്കളൊരു PG കാരനെങ്കിലും ആകുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ആ ഒരു രീതിയിൽ പാരൻസും അതിലേക്ക് ഉയരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. അവന് പാട്ട് പാടുന്ന കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ആണ്. പെട്ടെന്ന് അവനെ അത് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ അതിൽ നിന്ന് മാറ്റി പഠിപ്പിക്കുന്നതിൽ ഫോഴ്സ് ചെയ്യുന്നതിൽ പ്രശ്നമാണ്. അല്ല, ഈ മനുഷ്യർക്ക് ഒരുപാട് ഇൻ്റലിജൻസ് ആണുള്ളത്. അതിൽ പെട്ടൊന്നാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. അത് പാട്ട് പാടുക, വലിയ പിന്നെ ഭയങ്കര ക്ലബിൽ പോയി പാട്ട്, അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വിശ്വാസികൾക്കൊരു ഇതില്ലാത്ത കാര്യമാണല്ലോ. അല്ലാത്തവർക്ക് ചിലപ്പോൾ അതൊക്കെ അഗ്രീഡ് ആയിരിക്കാം. നമ്മളെ കാര്യം പറയുകയാണ് എന്ന് വെച്ചാൽ, പാട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഗസൽ പോലെ, അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള ചെറിയ ചെറിയ നാത്ത് പോലെ, അല്ലെങ്കിൽ നല്ല കാവ്യാത്മകമായിട്ട്, ഇപ്പോൾ നമ്മളിതിപ്പോൾ ഖുർആൻ ഓതുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഒക്കെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് തന്നെയാണ്. അപ്പോൾ ഈ സാധനങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് അത് ആ വഴിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന് അവനെ റൈറ്റ് വേയിലേക്ക് എത്തിക്കുക, കൃത്യമായി നല്ലൊരു ഇതിലേക്ക്. ഇപ്പോൾ ജുനൈദ് ജംഷാദിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ ജുനൈദ് ജംഷാദിൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഗായകനാണ്. അദ്ദേഹം പിന്നീട് ഭയങ്കര ഡീപ്പായിട്ട് റിലീജിയസ് ആയി. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ചുള്ള പാട്ടുകൾ തുടങ്ങി. യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ യൂസുഫുൽ ഇസ്ലാം, ജുനൈദ് ജംഷാദൊക്കെ ഞാൻ പറയുന്ന പേര്. അപ്പോൾ യൂസുഫുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് അദ്ദേഹം ഭയങ്കര മ്യൂസിക്കൽ ഇതിനു വേണ്ടി ഫ്രാൻസിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നീട് റിത്തമിക് ബാങ്ക് കേട്ടു. ആ ബാങ്ക് കേട്ടതിന് ശേഷം അദ്ദേഹം എന്തായി, രസകരമായിട്ട് ആ ലോകത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ടോണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നന്മയുടെ ടോണിലും ഉപയോഗിക്കാം, തിന്മയുടെ ടോണിലും ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കണം, വളർത്തിക്കൊണ്ടുവരണം. അതോടൊപ്പം പഠിത്തത്തിലേക്ക് തിരിക്കാൻ വേണം. അഥവാ എത്ര നമ്മൾ വലിയ പാട്ടുകാരനായാലും വലിയ ഫുട്ബോളേഴ്സ് ആയാലും നമ്മുടെ നാട്ടിൽ ഉയരാൻ സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള ബോധ്യം അവർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ ഫുട്ബോളേഴ്സ്, ഉദാഹരണത്തിന് ഇപ്പോൾ അനസ് എടുത്തൊടിക, ആഷിഖ്, ഇതൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച കുട്ടികളാണ്, എനിക്കറിയാവുന്ന മക്കളാണ്, ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചവരാണ്. പക്ഷേ അവരൊക്കെ എത്തുന്നൊരു റേഞ്ച് അത്രമാത്രം ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണലി ലോഞ്ച്, ഇപ്പോൾ IM വിജയൻ സാറ് നമ്മൾ ഇന്ത്യയിലെ, കേരളത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് വലിയൊരു കളിക്കാരനാണ്. അപ്പോൾ ഫുട്ബോളറിൽ ഏറ്റവും ടോപ്പ് എത്തിയ ആളാണ് IM വിജയൻ സാർ. പക്ഷേ പ്രൊഫഷണലി അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു. ഈ അടുത്തിടെയാണ് റിട്ടയർഡ് ആയത്, നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രൊഫഷണലി ലോഞ്ച് ചെയ്യണമെങ്കിൽ വേറൊന്ന് വേണമെന്നും ഇത് നമുക്ക് അത് സൈഡായിട്ട് ചെയ്യാമെന്നുമാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ രണ്ടും കൂടി ട്രാക്കിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം നല്ല ഒരു കവിയായി മാറുമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. ഇദ്ദേഹം നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ടോപ്പ് റേഞ്ചിലുള്ള കലാകാരനായി മാറുമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം നല്ല രീതിയിൽ. പക്ഷേ ഈ സൈമിൾട്ടേനിയസ്ലി രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതിന് അവർക്ക് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊടുത്ത് സ്കൂളും കോളേജും ഒക്കെ പഠിക്കണം. ഇപ്പോൾ നമ്മുടെ നിലമ്പൂരിലെ PVS ഇൻ്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾ, വഹാബ് ഖാൻ്റെ സ്കൂളിലെ കുട്ടികൾ, അവിടുത്തെ അധ്യാപകരെല്ലാവരും കൂടി സച്ചിൻ ടെണ്ടുൽക്കറെ കാണാൻ വേണ്ടി പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പോയിട്ട് സംസാരിച്ച സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞത്, ഞാൻ ഒരുപാട് ഉയരത്തിലെത്തി, ഇന്ത്യനെ ആദരിച്ചു, ലോകം ഞാൻ അറിഞ്ഞു, പക്ഷേ ഇപ്പോഴും SSLCക്ക് അപ്പുറം പഠിക്കാൻ പറ്റിയില്ല എന്നതാണ് എൻ്റെ സങ്കടമെന്ന് അദ്ദേഹം ഒന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും സങ്കടം അതാണ്, പഠിക്കാൻ പറ്റിയില്ല എന്നതാണ്. പിന്നെ പഠിത്തമില്ലാതെ എന്ത് രസം. അപ്പോൾ വെറും കളി ഗ്രൗണ്ടിലല്ലല്ലോ, ക്ലാസ് റൂം, ആ സൊസൈറ്റി, യൂണിവേഴ്സിറ്റി, അവിടെയുള്ള, ഇപ്പോൾ ഫുട്ബോളാണ് കളിക്കുന്നതെങ്കിൽ അവിടെയുള്ള കളി, ഇതൊക്കെ ടോപ്പ് റേഞ്ച് സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പ്ലെയറായി മാറുക, അതുവഴി ലോകത്തിലറിയപ്പെടുന്ന വേറെ കളിക്കാരനായി മാറുക എന്നൊക്കെ ലോകം തീർക്കുന്ന ഒരവസ്ഥ. യൂണിവേഴ്സിറ്റി പ്രതലത്തിലേക്ക് പോകണമെന്നും പരമാവധി ഉയരങ്ങൾ കയറി പഠിക്കണമെന്നും നമ്മുടെ കുട്ടികളെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിക്കണം. എത്ര വയസ്സ് മുതലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ എലിജിബിൾ ആക്കുന്നത്? അതിൽ കുറേ ഈ ഒരു ചോദ്യം, എത്ര വയസ്സ് മുതലാണ് അവരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്.
അതിൽ നിങ്ങൾ ജപ്പാൻ സ്കൂൾ സിസ്റ്റം ഒന്ന് പഠിക്കുക, ചൈനീസ് സ്കൂൾ സിസ്റ്റം ഒന്ന് പഠിക്കുക. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ കുട്ടികളാണ് ക്ലാസ് റൂം. നമ്മളിവിടെ ബാലവേല അല്ലെങ്കിൽ മറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമെങ്കിലും ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നത് അവിടെ 5 വയസ്സുള്ള കുട്ടി തന്നെയാണ്. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും തലയണകൾ പില്ലോയുടെ ഇത് മാറ്റണം, കവറ് സത്യത്തിൽ 3 ദിവസം കൂടുമ്പോൾ മാറ്റണം എന്നാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് മാറ്റണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫംഗസ് വരലും കുറേ പ്രശ്നങ്ങളൊക്കെ വരും. പില്ലോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പില്ലോയുടെ കവർ മാറ്റൽ അവർ തന്നെയാണ്. അവരുടെ ഡ്രസ്സുകളൊക്കെ കൃത്യമായി, അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാകും, ഒരു അലമാര ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവർ അടുക്കി വെക്കുന്നത് അവർ തന്നെയാണ്. എത്ര വയസ്സായ കുട്ടി? 5 വയസ്സായ കുട്ടി. ഇവൻ അതേ കുട്ടി തന്നെയാണ് ക്ലാസ് റൂമിൽ പോയാൽ അവർ അടിക്കുന്നു, ഇതാക്കുന്നു, ക്ലാസ് റൂം വൃത്തിയാക്കുന്നു. അവിടെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സാറ്റിസ്ഫൈഡ് സ്കൂൾ സിസ്റ്റം ജാപ്പാൻ്റെയും ചൈനീസിൻ്റെതാകുന്നത് അവരൊക്കെ അത് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു സംതൃപ്തി വരുമല്ലോ. ഇപ്പോൾ ഒരു പെൺകുട്ടി, ഇപ്പോൾ ഇതിൽ അപ്പോൾ സ്ത്രീകളായിരിക്കും കൂടുതലുണ്ടാവുക. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രഭാത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുന്നു, എന്നിട്ട് കുറേ ജോലി ചെയ്യുന്നു, നല്ല ഫുഡ് ഉണ്ടാക്കുന്നു, അത് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ, വിരുന്നുകാരോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ പറ്റിയിട്ട് നല്ലൊരു കമൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പലയിടത്തും പോകുമ്പോൾ ഫുഡ് കഴിച്ചാൽ പറയാറുണ്ട് വീട്ടുകാരോട്, നല്ല ഫുഡായിരുന്നു കേട്ടോ എന്ന്. കാരണം നല്ല ഫുഡ് തന്നെ ആയിരിക്കും, അത് പറയാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവർക്കൊരു അപ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ വരാനുണ്ട്, ഞാൻ ഇത്രയും അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് കേട്ടത് എന്ന്. ഇതേപോലെ നമ്മുടെ കുട്ടികൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അപ്രിസിയേഷനും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അതുണ്ടാക്കണമെങ്കിൽ ചെറുപ്പത്തിലേ അതിലൂടെ കൊണ്ടുപോകണം. അവന് ഇപ്പം നിങ്ങൾ ഒരു കുട്ടിക്ക് പിന്നെ 12 വയസ്സായ ഒരു കുട്ടിക്ക് ഷൂ കെട്ടിക്കൊടുക്കാൻ നിന്നാൽ അത് ഒരു വളരെ തെറ്റായ പ്രവണത. ചെറുപ്പത്തിലെ എങ്ങനെയാണ് അത് കെട്ടേണ്ടതെന്ന ഗൈഡൻസാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്തു കൊടുക്കല്ല ചെയ്യേണ്ടത്, ഗൈഡൻസ്. ഒരു കുട്ടി ഉയരത്തിലിരിക്കുന്ന ഒരു പന്തെടുക്കണമെങ്കിൽ അവനോട് പറയണം, ആ കസേരട്ട് കയറി എന്നിട്ട് എടുത്തു എന്ന് പറയണം. അപ്പോൾ അവൻ സെൽഫ് സഫിഷ്യൻ്റായി മാറുകയാണ്. അപ്പോൾ കുട്ടികളെ അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ അങ്ങോട്ട് കയറൂരി വിടുക എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഇനി അവൻ സ്വന്തം കാര്യം നോക്കട്ടെ എന്ന് പറയേണ്ട കാര്യം അത് 18 വയസ്സാകുമ്പോഴാണെങ്കിൽ പോലും 18 വയസ്സാകുമ്പോഴേക്ക് ഇത്തരത്തിലൂടെ കൊണ്ടുപോയിട്ട് അവരുടെ നല്ല പേഴ്സണാലിറ്റി ആക്കിയിട്ട് മാറ്റൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് 5 വയസ്സ് മുതലേ ചില സമയത്ത് 3 വയസ്സിലൊക്കെ കുട്ടികൾ അതൊക്കെ മോനെ ഗ്ലാസ് എടുത്തേ, മോനെ സ്പൂൺ എടുത്തേ, മോനെ അതെടുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം. അത് നിർബന്ധമാണ്. അതുമാതിരി ചില കുട്ടികൾ ഫിസിക്കലി പറയും, ഞാനതൊക്കെ എടുത്തു വെച്ചോട്ടെ, ഞാനതൊക്കെ ചെയ്തോട്ടെ. ഒരിക്കലും നോ പറയരുത്. നീ ഇപ്പോൾ അത് തൊടണ്ട, നീ ഇപ്പോൾ അത് എടുക്കണ്ട, നീ ഇപ്പോൾ അത് ചെയ്യേണ്ടതെന്ന്. ചെയ്യുന്നതിൽ ചില അപാകതകളുണ്ടെങ്കിലും അവൻ ചെയ്യട്ടെ, അതവൻ ഏറ്റവും നല്ലൊരു രീതിയായിരിക്കും. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ കഴിഞ്ഞ വർഷം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോളോ അപ്പ്, അതിന്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അതൊരു ബിസിനസ് ടോക്കിൽ പറയേണ്ടതാണ്. എന്നാലും കുട്ടികളെ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം എൻ്റെ കൂടെ ഒരു യാത്രയിൽ, യൂറോപ്യൻ യാത്രയിൽ പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 16 SSLC കഴിഞ്ഞിട്ടുള്ളൂ അവന് IIT-യിൽ പോയിട്ട് വരെ സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാലേ സ്കില്ല് വരുള്ളൂ എന്നൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഇൻബോൺ സ്കില്ലുണ്ടാവും, ചില കുട്ടികൾക്ക് ക്രിയേറ്റീവ് സ്കില്ലായിരിക്കും, ചില കുട്ടികൾക്ക് ജനറേറ്റീവ് സ്കില്ലായിരിക്കും, ചില കുട്ടികൾക്ക് പിന്നെ അപ്കമിങ് സ്കില്ലായിരിക്കും. പല രീതിയിലുള്ള സ്കില്ലുകളുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു സമയത്ത് സംസാരിക്കാം, കുട്ടികളുടെ സ്കില്ലുകൾ എങ്ങനെയൊക്കെയാണ് അതൊക്കെ സമയത്ത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻബോൺ, ഗിഫ്റ്റഡ് എന്ന് പറയും. ദൈവം സമ്മാനമായി കൊടുത്ത ചില കാര്യങ്ങൾ. ഇപ്പോൾ യേശുദാസിൻ്റെ ശബ്ദം ദൈവം സമ്മാനമായി കൊടുത്തതെന്ന് പറയാറുണ്ട്. സമദാനി സാഹിബിൻ്റെ ശബ്ദം ഒരു ഗിഫ്റ്റഡ് ആണെന്ന് വെറുതെ നമുക്ക് പറയാറുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഗിഫ്റ്റഡായിട്ട് ചില ആൾക്കാർക്ക് കൊടുക്കും. ആ ഗിഫ്റ്റഡിൻ്റെ ഭാഗം തന്നെയാണ് കുട്ടികളെ ടെക്നോളജിക്കലി ഗിഫ്റ്റഡ് ആക്കും. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഗിഫ്റ്റഡാണ്. അദ്ദേഹം 15ാമത്തെ വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയ ആളാണ്. ചില ആൾക്കാരത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയെടുക്കും. ഇപ്പോൾ റൊണാൾഡോ ക്രിയേറ്റ് ചെയ്ത സ്കില്ലാണ്, പക്ഷേ മെസ്സി അത് ഇൻബോൺ സ്കില്ലാണ്, സാധാരണ കളിക്കാർക്കിടയിൽ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കുട്ടികളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ അവരൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ, അഥവാ ഒരു ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ അത് അറിയാത്ത മേഖലയിലേക്ക് കയറിപ്പോവും. പക്ഷേ ആ സമയത്തൊക്കെയും ഒരു ഭാഗത്ത് ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും അക്കാഡമിക്കലി ഇവൻ സ്ട്രോങ് ആയിരുന്നു എന്ന് തെളിയിക്കാൻ അവൻ്റെ SSLC-യും +2-വും ഡിഗ്രിയും PG-യും സൂപ്പർ PG-യും പറ്റുമെങ്കിൽ റിസർച്ചും ഒക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തേ പോകണം. അവൻ അതിൽ ഒതുങ്ങുന്ന ഒരാളാകരുത്. ഈ ലോകത്തിൽ കുറേ പൈസ ഉണ്ടാക്കുക, ബിസിനസ് തുടങ്ങുക എന്നതല്ല പ്രധാനം, ഒരു വ്യക്തിയുടെ ഇത് തന്നെയാണ് പ്രധാനം. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ പൈസക്കാരൻ എന്നടുത്ത് ആളുകളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരും അവിടെ വന്നോളണമെന്നില്ല. നല്ലൊരു പ്രഭാഷകൻ വരുന്നുണ്ട്, അദ്ദേഹം നല്ല ഇൻ്റലിജൻ്റായ ആളാണെന്ന് കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വെറും പൈസ ഉണ്ടാക്കലല്ല മുതലാളിത്തമെന്നും
ആളുകളുടെ മുമ്പിൽ എപ്പോഴും ഒരു യശസ്സോടുകൂടി നിൽക്കലാണ് ഏറ്റവും വലിയ മുതലാളിത്തം എന്നും പഠിപ്പിച്ചു കൊടുക്കണം. പൈസ അവർ ഉണ്ടാക്കിക്കോട്ടെ, സ്റ്റാർട്ടപ്സ് തുടങ്ങിക്കോട്ടെ, വലിയ ഇൻ്റലക്ച്വൽ ഗ്രോത്തിലേക്ക് എത്തിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താക്കണം, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കോട്ടെ, 9ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും വാം വെൽക്കം. പക്ഷേ ഒരിക്കലും അവരുടെ പഠിത്തത്തെ അത് ബാധിക്കരുത് എന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ഏത് മേഖല, സെഗ്മെൻറ്റ് ഏതാണ് എന്നവൻ അറിയണം. ഇപ്പോൾ AI ആണോ, മെഷീൻ ലേണിംഗ് ആണോ, അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടീവ് സാധനങ്ങളാണോ എന്നവൻ അറിയണം. അതല്ല സാധാരണ ഒരു പർച്ചേസ് കാര്യങ്ങളും അത് സെല്ലിങ്ങും ആണോ എന്നറിയണം. സ്റ്റാർട്ടപ്സ് പല രീതിയിലും തുടങ്ങാമല്ലോ. അപ്പോൾ അതിനെ പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് മെല്ലെ അതിൻ്റെ ഭാഗങ്ങളിലേക്ക്. ഇപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിന്നെ ഇതൊക്കെ എന്താ പറയുക, വളകളും അതേപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള റിങ്സും ഇതൊക്കെ വേറെ ഇവിടുന്നോ വരുത്തിച്ച് റീബ്രാൻഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് വിൽക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അതിന് വേറെ മെത്തേഡാണ്. എന്നാൽ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന അതിൻ്റെ സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ അതിന് വേറെ മെത്തേഡാണ്. അപ്പോൾ സ്റ്റാർട്ടപ്സ് ഏതാണ് തുടങ്ങിയത് നോക്കണം. എന്നിട്ട് കൊളാബറേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയും. അഥവാ ഇതേപോലെ മറ്റൊരു റിത്തമിൽ തുടങ്ങിയ ആളോട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ രാജ്യത്തേക്ക് അത് വ്യാപിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കണം. അതേപോലെ തന്നെ ഇതിനെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ചിട്ട് ഏഞ്ചൽ ഫണ്ട് എന്ന് പറയും. അഥവാ ആളുകൾ വലിയ പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്, അവർ അതിനെ ഫണ്ട് ചെയ്യും. അപ്പോൾ 51% അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അതിനെ വലിയ കമ്പനിയായിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് BOBT എന്നൊക്കെ പറയും, ബിൽഡ് ഓപ്പറേറ്റ് ബ്രാൻഡിങ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ബിൽഡ് ഓപ്പറേറ്റ് ബ്രാൻഡിങ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിനെ വിൽക്കാൻ നോക്കണം. എന്നിട്ട് അടുത്ത പ്രൊജക്റ്റ് തുടങ്ങാൻ നോക്കണം. അത് വേറൊരു വലിയൊരു ലോകമാണ്. സ്റ്റാർട്ടപ്സ് തുടങ്ങിയിട്ട് പിന്നെ നടക്കുന്ന സ്കെയിലപ്പാണ്. സ്റ്റാർട്ടപ്പ് വേറെ, സ്കെയിലപ്പ് വേറെ. സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ എത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും ഉയരലാണ്. സ്റ്റാർട്ടപ്സ് പുതിയത് തുടങ്ങലാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഐഡിയ വെച്ച് തുടങ്ങി നോക്കണം. പിന്നെ സ്കെയിലപ്പിലേക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ദുബായിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു. എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം, എങ്ങനെ സ്കെയിലപ്പിലേക്ക് എത്തിക്കണം, എങ്ങനെ പിന്നെ അത് BOBTയിലേക്ക് എത്തിക്കണം എന്നൊക്കെ അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതൊരു വലിയ ലോകമാണ്. ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് മെല്ലെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഓക്കെ. ഒരു ഉമ്മ ചോദിച്ചാണ് അവരെ കുട്ടീനെ അവർക്ക് പുറത്ത് വിടാൻ വേണ്ടിയിട്ട്, കളിക്കാൻ വിടാൻ വേണ്ടിയിട്ടൊക്കെ പേടിയാണ്. അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ശരിയല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അവർ റീൽസും യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് ശരിയാണ്. അതായത് സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിപ്പോൾ മോഡേൺ പാരൻറ്റിങ് ആണല്ലോ, വലിയൊരു പ്രയാസം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്. കാരണം പുറത്തേക്ക് കുട്ടികളെ ഇറക്കാൻ വയ്യ എന്നൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് പുറത്ത് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, പറ്റുമെങ്കിൽ. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ചെറിയ മോനൊക്കെ പറ്റിയ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൂടെ മാത്രമേ പോകൂ, അവരോടൊപ്പം ഇതാക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ. എൻ്റെ മൂത്താൾക്കും അതേപോലെ ഫ്രണ്ട്സ് ഉണ്ട്, മറ്റുള്ളവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ജ്യേഷ്ഠനെയും അനിയനെയും ഫ്രണ്ട്സാക്കിയാൽ പറ്റിയാൽ നന്നാവും. അങ്ങനെ മക്കൾ അടുത്തടുത്തുണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ മൂത്ത 2 മക്കൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അവർ രണ്ടാൾക്കും 2 ബൈക്ക് ഉണ്ടെങ്കിൽ പോലും അവരൊരു ബൈക്കിലേ പോവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളവരെ തന്നെ ഫ്രണ്ട്സാക്കുന്നത് നല്ലതാണ്. നമ്മുടെ മക്കളെ തന്നെ 2 പേരെയും കൂടി ഫ്രണ്ട്സാക്കുക, അത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ പിന്നെ അത്ര മോശത്തരത്തിലേക്ക് അവർ പോകില്ല. ജ്യേഷ്ഠനീയനാണല്ലോ. പിന്നെ നല്ല നമ്മുടെ നാട്ടിലെന്ന അത്യാവശ്യം പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള നല്ല ഇതിലൊക്കെ പെട്ട ആൾക്കാരെ ഫ്രണ്ട്സാക്കുക. ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ അവർ കൂടട്ടെ, അവിടെയും പോയിട്ട് കൂടട്ടെ. ഫ്രണ്ട്സിനെ നമ്മൾ ഒഴിവാക്കൊന്നും വേണ്ട. ഫ്രണ്ട്സിനെ പേടിച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുട്ടികളെ ഒതുക്കിയിരുത്താൻ പറ്റില്ലല്ലോ. പോസിറ്റീവായിട്ടാണ് പോണത് എന്ന് നോക്കണം. ഇനി വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇൻഡോർ ഗെയിംസ് നമ്മൾ സംഘടിപ്പിക്കുന്നത് നന്നാവും. ചെറുതായിട്ടൊക്കെ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചെസ്സ് നന്നായിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ അത്, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ചില ഗെയിംസും കാര്യങ്ങളും ഒക്കെ അതാക്കണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുക്കേണ്ടത് ചില ടാസ്കുകൾ. ഇപ്പോൾ വീട്ടിലുള്ള കുറച്ച് പണികൾ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ജോലികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്കൊരു ചെറിയ സാലറി പോലെ കൊടുക്കുക. നല്ല രസമാണത്. ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണത്തിന് വണ്ടി കഴുകിയാൽ ഒരു 100 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 50 രൂപ കൊടുക്കുക. അവരത് പെട്ട് മുട്ടായൊക്കെ വാങ്ങിക്കട്ടെ. വലിയ പൈസ കൊടുക്കരുത്, ചെറിയ ചെറിയ പൈസകൾ കൊടുക്കുക. അങ്ങനെ അവരെ വേറെ രീതിയിലേക്ക് ഇതാക്കണം. ഈ സ്ക്രോൾ ചെയ്ത് മാറ്റുന്നതിന് മാറ്റി. പിന്നെ നമുക്ക് അതിൽ എന്ത് ചെയ്യണം, അവർക്ക് ഇന്ന കോഴ്സ് ഉണ്ട്, അത് നീ ചെയ്യണം, ഇന്നത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പഠനങ്ങൾ, ഇതിൽ ഇപ്പോൾ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കറിയാം പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഖുർആൻ പഠനങ്ങൾ, മറ്റുള്ളത് കാര്യങ്ങൾ, അതിനൊരു പ്രത്യേക ടൈം വെക്കുക. അവർ സ്ക്രോൾ ചെയ്തോട്ടെ, പക്ഷെ അതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ്സ് വെക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതുകൊണ്ടൊരു ബാലൻസ്ഡ് ഫ്രീഡമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു ഫുൾ ഫ്രീഡം അല്ല.
നമ്മൾ ഈ ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീഡം കണ്ട് കൊടുക്കരുത്. ബാലൻസ്ഡ് ഫ്രീഡം ഉണ്ട്. നമ്മൾ പറയുന്നത് ചെയ്യാൻ വേണം, എന്നിട്ട് ഫ്രീഡം കൊടുക്കും. ആ ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് അവൻ സ്ക്രോൾ ചെയ്തോട്ടെ. അല്ലാത്ത സമയത്ത് നമ്മൾ ഓരോ ടാസ്കുകൾ അവന് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈലിൽ ഭാഷ പഠിക്കണം, അപ്പോൾ ക്ലിപ്പിങ്ങോ അങ്ങനെ ഏതെങ്കിലും ആപ്പ് കയറിയിട്ട് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് ഫാൻറ്റാസ്റ്റിക് ആക്കണം. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അവന് തോന്നും സ്റ്റൈലിഷ് ഇംഗ്ലീഷിലേക്ക് പോകണം, പിന്നെ തോന്നും പോളിഷ് ഇംഗ്ലീഷിലേക്ക് പോകണം. അവന് ഇംഗ്ലീഷിൻ്റെ ഇതാണെങ്കിൽ അത് തന്നെ സെർച്ച് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അതല്ല അവന് വേറെ ഭാഷകൾ പഠിക്കണം എന്നാണ് തോന്നുന്നുവെങ്കിൽ ആ ഭാഷ പഠിക്കണം എന്ന് അവന് തോന്നും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവനെ വേറെ ഇൻ്റലക്ച്വലി കുറേ സാധനങ്ങൾ, അതേമാതിരി ഈ ലൈബ്രറി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം, വ്യത്യസ്ത ബുക്ക്. അപ്പോൾ കുക്കു FM പോലെയുള്ളത് കേൾപ്പിച്ചിട്ട് കുട്ടികൾക്ക് കഥകളിലൂടെ പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ഏരിയകളിലുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കണം. വെറും സ്ക്രോളിങ് മാത്രമല്ലല്ലോ ഉള്ളത്. സ്ക്രോൾ അവൻ ചെയ്തോട്ടെ, അതിൽ നിന്ന് പാടെ ഒഴിവാക്കൊന്നും വേണ്ട. സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ സമയം നിശ്ചയിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പൂർത്തീകരിക്കണം എന്നാണ് പറയാനുള്ളത്. എനിക്ക് 3 കുട്ടികളാണ്. അതിൽ വലിയ കുട്ടി AT&OT പഠിക്കുന്നു. അടുത്ത മകനെ ഡോക്ടറാക്കാനാണ് താല്പര്യം. അത് എങ്ങനെ മകനെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും? അടുത്ത മകനെ ഡോക്ടറാക്കണം എന്നാണ് താല്പര്യം. ഇവർക്ക് താല്പര്യം, കുട്ടീനെ അതിലേക്ക് എങ്ങനെ കൊണ്ടുവരും? യെസ്. അപ്പോൾ ഈ പാരൻസിൻ്റെ അംബീഷനും കുട്ടിയുടെ പിന്നെ ആപ്റ്റിറ്റ്യൂഡും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കണം. അതാണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ആയിരിക്കണം, അതിനോടുള്ള അഭിരുചി. ഒരാൾക്ക് മെഡിസിൻ ചെയ്യാനുള്ള അഭിരുചി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. രണ്ടാമത്തത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അംബീഷനോട് ജോയിൻ്റ് ആകുന്നത് എങ്ങനെയെന്ന സ്റ്റെപ്പിലേക്ക് നീങ്ങണം. അപ്പോൾ അവൻ അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലേ മെഡിസിനിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ IMAയുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 80% ഡോക്ടേഴ്സും ഫെയിലിയേഴ്സാണ്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു അതിൻ്റെ. എങ്ങനെ ഫെയിലിയേഴ്സ്? കോഴ്സ് പാസ്സായിട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഫീൽഡിൽ അവർ എന്താണ് ഫെയിലിയറാണ്. 20% ആണ് എക്സലൻറ്റ് ഡോക്ടേഴ്സ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും പിടിച്ച് ഡോക്ടേഴ്സ് ആക്കുക എന്നുള്ളതല്ല, അവർ എക്സലൻറ്റ് ഡോക്ടേഴ്സ് ആവുക എന്നുള്ളതാണ്. ആവറേജ് ഡോക്ടേഴ്സ് ആർക്കും ആവാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് ഈ പറയുന്ന മെഡിസിൻ ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അതിനുള്ള സ്കില്ലുണ്ടോ, അതിനുള്ള ടാലൻ്റ് ഉണ്ടോ, അതിനുള്ള അവർ രസകരമായിട്ടുള്ള എന്തുണ്ടോ, ഒരു അംബിഷൻ ഉണ്ടോ എന്നൊക്കെ ഇതാക്കണം. ആ അംബീഷനിലേക്ക് അവനെ കൊണ്ടുവരണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാഷനാണ്. അവൻ ഭാവിയിൽ ഇങ്ങനെ ഡോക്ടറായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ ആളുകളെ കൺസൾട്ട് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ അവന് ഒരു പാഷനായിട്ട് മാറിയാൽ മാത്രമേ നമ്മൾ അതിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഏരിയ ഏതെന്ന് കണ്ടെത്താനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റും പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റൊക്കെ ഉള്ളത്. അത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ അംബീഷൻ, നമ്മുടെ ആഗ്രഹം ഡോക്ടറാക്കണമെന്നാണ്. പക്ഷേ അവൻ അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നതിന് ടെസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെയുള്ള ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്താക്കണം, നമ്മുടെ കുട്ടികൾ അതിലേക്ക് അലൈൻ ചെയ്യണം. മൂത്ത കുട്ടി ദാറുൽ ഹുദയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്. ലീവിന് വരുമ്പോൾ അവരെ ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങനെ പഠിപ്പിക്കണം. ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ദാറുൽ ഹുദ നമുക്കറിയാവുന്നത്, ഞാൻ പോകുന്നതാണ്. പിന്നെ ദാറുൽ ഹുദ എന്നിറങ്ങിയ ധാരാളം പ്രതിഭകളായിട്ടുള്ള പിന്നെ സിൻസാറിലൊക്കെ എൻ്റെ കൂട്ടുകാരാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വാർത്തെടുത്ത ദാറുൽ ഹുദ അവരുടെ സിലബസും അവരുടെ കാര്യങ്ങളൊക്കെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്നതാണ്. പിന്നെ അത് ആശയമെന്ത് മറ്റതെന്ത്, ചിലപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു സംഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ വിമർശനവുമായിട്ട് വരരുത്. ഞാൻ എല്ലാ മുസ്ലിമീങ്ങളെയും ഒരേപോലെ കാണുന്നു, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്നു, എല്ലാവരെയും ഒരേപോലെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആ റാപ്പോ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു സ്ഥാപനത്തെ പറയണമെന്ന് ആരും വിചാരിക്കരുത്. ദാറുൽ ഹുദ നല്ലൊരു സിലബസുള്ള നല്ലൊരു രീതിയിലുള്ളൊരു സ്ഥാപനമാണ്. അതിൽ നിന്ന് ഒരുപാട് പ്രതിഭകൾ കയറിപ്പോയി. എന്നെ JNUവിലേക്ക് കൊണ്ടുപോയത്, JNUവിൽ ഞാനൊരു പരിപാടിക്ക് ഒരു ക്യാമ്പിലേക്ക് പോയിരുന്നു, അതുപോലും അവിടെ ഹുദവികളാണ് എന്നെ കൊണ്ടുപോയത്. അതേപോലെ തന്നെ ഖത്തറിൽ മറ്റു പല ഭാഗത്തൊക്കെ ഹുദവികൾക്കായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക്, കാരണം അവരുടെ സിലബസ് ഭയങ്കര ടഫാണ്. 10ാം വയസ്സിൽ ചേർന്ന് ആ കുട്ടി പിന്നീട് എന്താക്കണം, ഏകദേശം ഒരു 22 വയസ്സ് വരെ അവിടെ നിൽക്കണമല്ലോ. 10 വയസ്സിലാണ് ജോയിൻ ചെയ്യുന്നത്. ഈ 12 കൊല്ലത്തെ ടഫസ്റ്റ് കോഴ്സും അതിലിടയ്ക്ക് ഡിഗ്രിയും PGയും എല്ലാം ആയതുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും അവരെ ഇമ്പോസ് ചെയ്തിട്ട് ഓരോന്ന് ആക്കരുത്. അവർ റിലാക്സേഷന് വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഔട്ടിങ്ങിനൊക്കെ പോയി, ഫുഡ് കഴിക്കാനൊക്കെ പോയി അവരെ സന്തോഷിപ്പിച്ച്, എന്നിട്ട് പിന്നെ അവരെ പിന്നെ കരിയറിൽ ജസ്റ്റ് ഒന്ന് ഇടപെട്ട് ഇന്ന മാതിരി ചെയ്യണം, ഇന്ന പോലെ എത്തണം, ഇന്നടത്തൊക്കെ എത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കല്ലാതെ വീണ്ടും അവരെ വേറെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ മോഡേൺ ഇതിൽ ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളാണെന്ന് വിചാരിക്കും. ആ കുട്ടികൾ ആ ബാഗും അതെല്ലാം കൂടി പിടിച്ചിട്ട് വരുമ്പോഴേക്ക് അപ്പം തന്നെ ട്യൂഷൻ തുടങ്ങി, അപ്പം തന്നെ അവരെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ ഒരു കുട്ടിക്കാലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കല്ലേ.
കുട്ടിക്കാലം എന്തൊരു രസമാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കുളത്തിൽ ചാടാൻ പോയി, മാങ്ങ പെറുക്കാൻ പോയി, അതേമാതിരി തന്നെ എന്താ പറയുക, കുറേ കളിക്കാൻ പോയി. അവിടെ നിന്നൊക്കെ വളർന്നിട്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ആകുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നല്ല സുന്ദരമായ രീതിയിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ട്യൂഷനൊന്നും കൊടുക്കാതെ, ട്യൂഷൻ ടീച്ചർക്ക് അപ്പോഴേ സമയമുള്ളത് അവരുടെ സാമ്പത്തിക വിഷയങ്ങളാണ്. എന്നാൽ പോലും ആ സമയത്ത് കൊടുക്കരുതെന്ന് ഞാൻ പറയാം. കുട്ടികൾ വളരെ പ്രഷറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റിലാക്സേഷനാണ് അവൻ ആഗ്രഹിക്കുന്നത്, ഉമ്മയെ കൂട്ടുകാരിയാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു രസകരമായ അതിലെന്തുണ്ട്, ഫ്രണ്ട്സ് മേക്കിംഗ് ഉണ്ട്, സോഷ്യൽ റാപ്പ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, എന്തൊക്കെ കാര്യം നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് കൊടുക്കാനുണ്ട്. വെറും ഈ സിലബസ് പഠിച്ചാൽ മതിയോ? അല്ലല്ലോ. എന്താണ് ബിഹേവിയർ എന്ന് ഉമ്മയുടെ കയ്യിൽ നിന്നല്ലേ പഠിക്കുക, എന്താണ് ക്യാരക്ടർ എന്ന് അവരിൽ നിന്നല്ലേ പഠിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നതല്ലാതെ വീണ്ടും ആ സബ്ജക്റ്റിൻ്റെ ഇതിലേക്കാക്കാൻ അങ്ങനത്തെ മോട്ടിവേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്.